പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൗണ്ട് ബാറ്റൺ. ആരുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ? ആൻസർ ഓപ്ഷൻ എ ആണ് സാമൂതിരിയുടെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആൻസർ ഓപ്ഷൻ സി ആണ് മൗണ്ട് K2. താഴെ പറയുന്നവരിൽ ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അരുന്ധതി റോയ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി ആണ് 9. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ മുദ്രാവാക്യമായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് O. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നൈട്രജൻ. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ആസാം. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1757. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് യുദ്ധത്തോടു കൂടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് പാനിപ്പത്ത് യുദ്ധം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഭഗത് സിംഗ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാവേരി. കഴിഞ്ഞ ലോകകപ്പ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം ചൂടിയത്? ഇത് 2013 ആ സമയത്ത് ഒരു കറണ്ട് അഫെയർ ചോദ്യമായിരുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശ്രീലങ്ക. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് പയ്യന്നൂർ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് ഏത് രാജ്യത്താണ്? ഇതും ആ സമയത്തെ ഒരു കറണ്ട് അഫെയർ ചോദ്യമായിരുന്നു. 2024 പാരീസിലും 2028 ലോസ് ആഞ്ചൽസിലുമാണ്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 356. കേരളത്തിൽ ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1970. ഇറോം ഷാനു ശർമിള ഏത് സംസ്ഥാനത്തു നിന്നുള്ള സമര നായികയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മണിപ്പൂർ. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് സുന്ദർലാൽ ബഹുഗുണ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പയ്യാമ്പലം. ചിറാപുഞ്ചി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മേഘാലയ. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ B രാമകൃഷ്ണ റാവു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കരൾ. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചാൾസ് ഡാർവിൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1809. ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹം?
ആൻസർ ഓപ്ഷൻ എ ആണ് വ്യാഴം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ആണ് കാനഡ. ഓസോൺ ദിനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ 16. ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മീര കുമാർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡച്ചുകാർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാരോമീറ്റർ. താഴെ പറയുന്നവയിൽ സാർക്ക് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ചൈന. ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രസം. ദക്ഷിണ ഗംഗോത്രി ഏതു രാജ്യത്തിന്റെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീകാര്യം. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബൈഡ്. ദോലന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഊഞ്ഞാൽ ആടുന്നു. താഴെ പറയുന്നതിൽ എപ്പിഫൈറ്റിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മരവാഴ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബുധൻ. സ്നെല്ലർ ചാർട്ട് ഏത് കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാഴ്ച. ഭോപ്പാൽ ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1984. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വികിരണം. ആസിഡിൽ ലിറ്റ്മസിന്റെ നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചുവപ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുമ്പ്. പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിന്റെ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസം? ആൻസർ ഓപ്ഷൻ ഡി ആണ് വിസരിത പ്രതിഫലനം. ഗാൽവനൈസിംഗ് ഇരുമ്പിന്റെ ലോഹനാശനം തടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സിങ്ക്. സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജീവകം ഡി. താപപ്രസരണം ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ചെമ്പ്. ബുക്ക് ലങ് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് എട്ടുകാലി. ശൂന്യതയിൽ ശബ്ദത്തിന്റെ സഞ്ചാരം എപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സഞ്ചരിക്കാൻ കഴിയില്ല. ശ്വേത ഏത് ചെടിയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വഴുതന. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്ലാറ്റിനം. പയറുവർഗ ചെടികളിലെ വേരുകളിൽ കാണുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് റൈസോബിയം. ഏത് അവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാവുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് വൃക്ക. അടുത്ത 20 ചോദ്യം മാത്സ് ഭാഗത്തു നിന്നുള്ളതായിരുന്നു. 2021 സെൻസസ് അനുസരിച്ച് ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബീഹാർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 12. ഇന്ത്യൻ കറൻസിയിൽ ആരുടെ ഒപ്പാണ് കാണുക? ആൻസർ ഓപ്ഷൻ ഡി ആണ് റിസർവ് ബാങ്ക് ഗവർണർ. ലോകത്തിൽ ഏറ്റവും അധികം പാലുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യ. ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ കലാരൂപമാണ് കുച്ചിപ്പുടി? ആൻസർ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. കരസേനാധിപന് തുല്യമായ നാവികസേനയിലെ പദവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അഡ്മിറൽ. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2010.
ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2013 പൊതു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി, ഇതും ആ സമയത്ത് ഒരു കറണ്ട് അഫയർ ചോദ്യമായിരുന്നു. ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 35 വയസ്സ്. ഏത് രാജ്യത്തിന്റെ കറൻസിയാണ് റൂബിൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റഷ്യ. താഴെ പറയുന്നവരിൽ UN സെക്രട്ടറി ജനറൽ അല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശശി തരൂർ. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 65 വയസ്സ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PBI. പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1950. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപരാഷ്ട്രപതി. ഇന്ത്യൻ റെയിൽവേ എത്ര സോണുകളായി തിരിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, 17. പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്, അലക്സാണ്ടർ ഫ്ലമിംഗ്. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം? നിലവിൽ ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാനയാണ്. ഡോക്ടർ സലിം അലി ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പക്ഷി നിരീക്ഷണം. 80 ചോദ്യമാണ് അന്നത്തെ എക്സാമിനുണ്ടായിരുന്നത്. താങ്ക് യു.